തിരുവോണം തൃക്കണി കാണാൻ തൃക്കാക്കര നടയിലണഞ്ഞു തിരുവുത്സവത്തിൻ തിരി തെളിഞ്ഞു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെ ഒരു നല്ല തിരുവോണാശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഓണസദ്യയിലെ ആദ്യത്തെ വിഭവമായ ഉപ്പേരി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഏത്തയ്ക്ക കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏത്തയ്ക്ക കൊണ്ടുള്ള ശർക്കര വരട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നാരങ്ങാക്കറി, വെള്ളനാരങ്ങയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാങ്ങാക്കറി, മാങ്ങ അച്ചാർ, ഇതൊക്കെ നേരത്തെ തന്നെ തലേദിവസം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിക്കറി, സദ്യയുടെ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞ് ഞാൻ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉപ്മാ കിച്ചണിലൂടെ. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അവിയലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം അവിയലിന് ആവശ്യമായുള്ള കഷ്ണങ്ങളെല്ലാം തന്നെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് കഷ്ണങ്ങളെല്ലാം തന്നെ ചേർക്കാവുന്നതാണ്. മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, പടവലങ്ങ, കായ, അതുപോലെ തന്നെ ക്യാരറ്റ്, കുമ്പളങ്ങ, അങ്ങനെയുള്ള നല്ല ഒരു അവിയലിൻ്റെ കഷ്ണങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്ത് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ കൽച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം മതി. അവിയലിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ജലാംശമുള്ള തന്നെ കഷ്ണങ്ങളാണ്, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. അതിന് ശേഷം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് നമുക്കിത് ഒരു വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതലായിക്കഴിഞ്ഞാൽ അത് വെന്ത് പോകും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ എന്തായാലും അതിൻ്റെ അരപ്പും കൂടെ നമുക്കൊന്ന് തയ്യാറാക്കിയേക്കാം. തേങ്ങായും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരിക്കലും അവിയലിന് നമ്മൾ അധികം ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇപ്പം തുറന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വേവ് മതി. കാരണം ഇനി നമുക്കിതിനകത്ത് പുളിക്ക് ആവശ്യമുള്ള മാങ്ങയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുത്ത ശേഷം പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയും കൂടെ ഇട്ട് കുക്കർ ഒന്നും കൂടെ ഒന്ന് അടച്ചൊന്ന് ആവി കയറ്റുന്നുണ്ട്. അത് ഒരു കുറച്ച് സമയം മാത്രം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്തായാലും മാങ്ങയും കൂടെ ചേർത്ത ശേഷം കുക്കറൊന്ന് അടച്ചൊന്ന് ആവി കയറ്റി. ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങായും ജീരകവും പച്ചമുളകും ചെറിയ ചുമന്ന മുളകും കൂടി ചേർത്താണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ തുറന്ന് ഈ അരപ്പ് ചേർത്ത് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിനാണ് ഉള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പച്ച കറിവേപ്പിലയും തന്നെ ചേർത്ത് കൊടുക്കണം. ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു സ്മെല്ലാണ് അവിയലിന് കൂടുതൽ സ്വാദ് കിട്ടുന്നത്. നമ്മുടെ അവിയൽ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി അത് അടച്ചൊന്ന് നമുക്ക് മാറ്റി വെക്കുകയേ വേണ്ടൂ. അതിനകത്ത് ഇരുന്ന് തന്നെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു സ്മെല്ലിറങ്ങി അവിയൽ നല്ല അവിയലായിട്ട് മാറും. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സദ്യയുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ വെക്കാം. സാമ്പാർ ഞാൻ ഓൾറെഡി പരിപ്പ് വേവിച്ചതിന് ശേഷം കഷ്ണങ്ങളും ഇട്ട് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ചേരുവകളെല്ലാം ചേർക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടാണ് അത് വേവിച്ചിരിക്കുന്നത്. കടുകും മുളകും കറിവേപ്പിലയെല്ലാം വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കും. അതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്ന സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ ഉലുവയൊക്കെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിന് ആവശ്യമുള്ള മല്ലിപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാൻ സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. സാമ്പാർ പൊടി ഇപ്പോൾ ഇങ്ങനെയാണ് ഒന്ന് വഴറ്റിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം എത്രയാണോ സാമ്പാറിൽ അതിനനുസരിച്ചാണ് പൊടി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പം മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുത്തിട്ട് വേണം സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള
കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് പൊടിയോടൊപ്പം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് പുളി ആവശ്യത്തിനുള്ളത് പിഴിഞ്ഞ് എടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് കുറുകി വരും. നേരത്തെ തന്നെ കഷ്ണത്തിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തിളച്ച കൂട്ട് സാമ്പാറിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ തിളച്ച ഒരു കൂട്ട് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് സാമ്പാർ വാങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്ക് കടുക് വറയും നടന്നു, സാമ്പാർ വേവിച്ച് കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിനധികം പണിയൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് സാമ്പാർ വാങ്ങിയെടുക്കാം. ഇനി നമ്മുടെ സദ്യയിലെ പ്രധാനമായിട്ടുള്ള പരിപ്പ് കറിയാണ്. പല രീതിയിൽ പരിപ്പ് കറി തയ്യാറാക്കാറുണ്ട്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് വേവിച്ചുടച്ചതിന് ശേഷം തേങ്ങയും ജീരകവും ഒരു നുള്ള് ജീരകമാണ് ചേർക്കുന്നത്. ഒരു നുള്ളി ജീരകവും ചേർത്തു. ഇനി വേണ്ടത് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. തേങ്ങ, ജീരകം, ഒരല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെന്ത് ഉടഞ്ഞിരിക്കുന്ന പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പ് കറി പല ദിക്കിലും പല രീതിയിലാണ് വെക്കുന്നത്. ഞങ്ങളുടെ ഈ കോട്ടയം സൈഡിലൊക്കെ ഇങ്ങനെ തന്നെയാണ് പരിപ്പ് കറി വെക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചുടച്ച് അരപ്പും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി അധികം പണിയൊന്നുമില്ല. ഒന്ന് തിളച്ച് വരട്ടെ. അധികം തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും മാത്രം ഒഴിച്ച് വാങ്ങി അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ രീതിയിലാണ് പരിപ്പ് കറി തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പിൻ്റെ പരിപാടി നമുക്ക് കഴിഞ്ഞു. ഇനി തോരനാണ്. അച്ചിങ്ങ പയറും ക്യാരറ്റും കൂടെ ചേർത്ത് ഒരു നല്ല തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് അച്ചിങ്ങ പയറും ക്യാരറ്റും ഒക്കെ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അരപ്പ് ചേർക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് എടുത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് പയറിലോട്ട് ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായി തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, മുളക്, കറിവേപ്പില ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തോരൻ്റെ കൂട്ട് ഇട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കൂട്ട് നമുക്ക് ഇട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാകും. ഇനി നമുക്ക് മധുരമാങ്ങ പച്ചടി ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ മാങ്ങ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രുക്മാ കിച്ചനകത്ത് മാമ്പഴം വരട്ടിയ വിധം എങ്ങനെയെന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരുന്നതായിരിക്കും. ആ മധുരമാങ്ങ കുറച്ചെടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങയും ജീരകവും പച്ചക്കടുകും കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അരപ്പിനായിട്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചു കൊടുക്കാം. കടുക് അധികം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. എന്തായാലും നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തോട്ടൊന്ന് ചതച്ചെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട, എന്നാൽ അവിയലിനേക്കാളും കുറച്ചുകൂടി അരയുകയും വേണം. ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത് വേവിച്ച് വരട്ടി വെച്ചിരിക്കുന്ന മാമ്പഴമാണ്. അധികം വേകാനൊന്നുമില്ല. സ്വല്പം മഞ്ഞൾപ്പൊടി ഞാൻ അതിനകത്ത് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കരയൊക്കെ ഇട്ട് വരട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മധുരമാണ്. അതിനിനിയും അധികം ശർക്കരയൊന്നും ഇടേണ്ട ആവശ്യവും ഇല്ല. ഞാനിപ്പം അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കൽച്ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വറ്റി നല്ല വരണ്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് ഈ മാമ്പഴ പച്ചടി കൂട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കുകയുള്ളൂ. ഇതിന് സ്വല്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമാണ് മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ പോലും സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാമ്പഴ പച്ചടി റെഡിയായി. ഇനി നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കിച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. 2
പച്ചമുളകാണ്. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കിച്ചടി. ഇപ്പം തന്നെ നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങായും ജീരകവും, തേങ്ങ, ജീരകം, കടുക് ഇവ മൂന്നും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അധികം അരയേണ്ട ആവശ്യമില്ല. കടുക് അധികം അരഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടും പച്ചമുളകും നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്തു. ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തേങ്ങായും ജീരകവും കടുകും ചതച്ച മിശ്രിതം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അധികം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല കട്ട തൈരാണ്. ഞാൻ ഇതിനാവശ്യമുള്ള തൈര് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ആറിയ ശേഷം മാത്രം തൈര് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കിച്ചടി തൈരുമായിട്ട് ഒന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ആറിയ ശേഷം കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചടി നന്നായിട്ട് ഇളക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കുകയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ കിച്ചടിയും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറിന് ആവശ്യമുള്ള അരി അടുപ്പത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തെർമൽ കുക്കറിലോട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഈ കൂട്ടാനൊക്കെ ശരിയാകുന്ന സമയത്ത് തന്നെ നമ്മുടെ അരിയും വെന്ത് കിട്ടും. ഞാൻ തെർമൽ കുക്കറിൽ വെച്ച് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പം നമ്മൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് പച്ച ഏത്തക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കഷ്ണം വെച്ച് വേണമെങ്കിലും നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഏത്തക്ക വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പം തയ്യാറാക്കാം. തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇവിടെ നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതുപോലൊന്ന് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള തൈര് ഒന്ന് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലാണ് ഒന്ന് കറക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അത് ആറിയ ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അപ്പം നല്ലൊരു കുറുക്ക് കാളം പോലെ തന്നെ നമ്മുടെ ഈ ഒരു പുളിശ്ശേരി കിട്ടും. എന്തായാലും അത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് ഓലൻ തയ്യാറാക്കാം. മത്തങ്ങായും കുമ്പളങ്ങായും പച്ചമുളകും ഒരു ചെറിയ ചേമ്പും കഷ്ണമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കൂടെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതായത് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓലൻ കഷ്ണം ഒന്ന് വെന്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഒരു പിടി ഇട്ട് കൊടുക്കാം. അധികം വൻപയർ കൊടുക്കണ്ട, നമുക്കൊരു പിടിയോളം വൻപയർ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഇതുപോലൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളമയം ഇതിന് വേണ്ട. കാരണം നമ്മൾ ഇതിന് കണ്ടോ, ഇതിന് ചുവട്ടിലൊന്നും ഒട്ടും വെള്ളമില്ല. ഇതിന് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കേണ്ടത്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കധികം പാലിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പാല് മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചേർത്ത് അതുപോലെ തണുത്തതിന് ശേഷം വേണം ഒഴിക്കാനും. ചെറിയൊരു ചൂടേ ആകാവുള്ളൂ. ഇനി നമുക്ക് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മുടെ ഓലനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. കുറച്ച് സമയം അങ്ങനെ തന്നെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒരു ഫ്ലേവറൊക്കെ അതിനകത്തൊന്ന് ഇറങ്ങി വരണം. അതിന് ശേഷം നമുക്ക് ഓലൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വയ്ക്കാം. നമ്മുടെ ഓലനും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പായസമാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പം പാലടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് അടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി പഞ്ചസാരയൊക്കെ മിക്സാണ്. അപ്പം ഞാനത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അട വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പാലടയാണിത്. നന്നായി തിളപ്പിച്ച പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാലിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട്
വറ്റി ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു പാലിലെ വെള്ളമൊക്കെ വറ്റി നമുക്ക് പായസം നല്ല റെഡിയായിട്ട് വരുന്നിടം വരെ ഒന്ന് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് കടുക് വറുക്കാനുണ്ടല്ലോ നമ്മുടെ കറികൾക്കൊക്കെ. അതിനായിട്ട് ഞാൻ ഒരുമിച്ച് കടുക് വറുക്കുവാണേ. ആദ്യം ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാത്തിനും കടുക് വറുത്തിടേണ്ടതുകൊണ്ട് കുറച്ച് കൂടുതൽ വറ്റൽമുളക് 2ആയിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കടുകും മുളകും നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ കറികൾക്കും വേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതലാണ് കടുകൊക്കെ ഇട്ടിരിക്കുന്നത്. കടുകും മുളകും 2-3 ഉലുവയും കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്കത് വാങ്ങിയെടുക്കാം. ഇനി നമ്മുടെ കറികളിലോട്ടൊക്കെ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പം ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ പുളിശ്ശേരി തന്നെയാണ്. പുളിശ്ശേരിയിലോട്ട് ഈ കടുക് വറുത്തത് കുറച്ച് കോരി ഒഴിച്ചിരിക്കുകയാണ്. അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും നമുക്കിതുപോലെ ഒന്ന് പുളിശ്ശേരിയിലോട്ടൊക്കെ നല്ല കടുക് വറുത്തൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടുക് താളിച്ച് ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ പച്ചടിയിലോട്ടാണ്. ഇനി നമുക്ക് കിച്ചടിയിലോട്ടും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഒരു കടുക് വറയിൽ തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി തൈരാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ് ഇഞ്ചി തൈര്. നമ്മൾ സദ്യയൊക്കെ കൊണ്ടുമ്പോൾ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇഞ്ചി തൈര്. 101 കറികൾക്ക് തുല്യമാണെന്നും 1001 കറികൾക്ക് തുല്യമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അവിയലും സാമ്പാറും തോരനും പുളിശ്ശേരിയും അതുപോലെ തന്നെ പച്ചടിയും മാമ്പഴ പച്ചടിയും കിച്ചടിയും ഓലനും എല്ലാം നമ്മുടെ ഓണസദ്യക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തോരന് എല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാം കുറച്ച് നേരം ഇരുന്ന് പാകമാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവസാനം പപ്പടം കാച്ചി നമ്മൾ അതുപോലെ തന്നെ പാലടയും നമ്മുടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അച്ചാറുകളും എല്ലാം ഇഞ്ചിത്തൈരും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ വിളമ്പേ വേണ്ടൂ. അതിനായിട്ട് നമുക്ക് തൂശനില തന്നെ എടുക്കാം. തൂശനില ഉപ്പ്, പപ്പടം, ഇഞ്ചിത്തൈര്, ഇഞ്ചിക്കറി അതുപോലെ തന്നെ അച്ചാറുകൾ 3 കൂട്ടം ഒരുമിച്ചാണ് വിളമ്പുന്നത്. കിച്ചടി, ഓലൻ, അതുപോലെ തന്നെ നമ്മുടെ മാമ്പഴ പച്ചടി, പഴം, ഉപ്പേരി എല്ലാം സൈഡിൽ വിളമ്പിയിട്ടുണ്ട്. തോരനും വിളമ്പി. അതുപോലെ തന്നെ നമ്മുടെ അവിയലും ഈ ഇലയുടെ ഈ ഒരു അങ്ങേയറ്റത്തായിട്ടാണ് നമ്മൾ അവിയൽ വിളമ്പുന്നത്. അപ്പോൾ നമ്മുടെ അവിയലും വിളമ്പിയിട്ടുണ്ടേ. നമ്മുടെ അവിയൽ വിളമ്പി. ഇനി നമ്മുടെ ചോറാണ് വിളമ്പാനുള്ളത്. പപ്പടം, പഴം, ഉപ്പേരി, ഉപ്പിലിട്ടത് എല്ലാം വിളമ്പി. ഇനി നമുക്ക് ചോറാണ് വിളമ്പേണ്ടത്. അതുപോലെ തന്നെ ചോറും നമ്മൾ വിളമ്പിയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ചോറ് വിളമ്പാം. ഇനി വേണ്ടത് പരിപ്പാണ്. ആദ്യം പരിപ്പ്, പപ്പടം, നെയ്യ് ഈ ഒരു രീതിയിലാണ് നമ്മൾ സദ്യയുടെ ആരംഭം തുടങ്ങുന്നത്. അതുപോലെ തന്നെ പരിപ്പ് ചേർത്തുകൊണ്ടതിന് ശേഷമാണ് നമ്മൾ സാമ്പാറിന് ശേഷം ഇവിടെ പുളിശ്ശേരി, കുറുക്ക് കാളൻ, അതുപോലെ തന്നെ ബോളിയുണ്ട്, പായസ ബോളി. അതിൻ്റെ കൂടെ തന്നെ പാലടയാണ് ഇപ്രാവശ്യം നമ്മൾ സദ്യയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. അപ്പം ബോളി പായസവും ആണ് നമ്മൾ വിളമ്പിയിരിക്കുന്നത്. സദ്യയുടെ അവസാനം ഇഞ്ചിയും പച്ചമുളകും ഇടിച്ചിട്ട സംഭാരവും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സദ്യയുടെ എല്ലാ വട്ടങ്ങളും റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും രുക്മ കിച്ചൻ്റെ തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തിരുവോണം തൃക്കണി കാണാൻ തൃക്കാക്കര നടയിലണഞ്ഞു തിരുവുത്സവത്തിൻ തിരി